ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇ-കൊമേഴ്സ് ആണ്. ഇ-കൊമേഴ്സ് എന്ന് പറയുന്നതാണ് ഇ-കൊമേഴ്സിനെ നമ്മൾ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓർ ഇന്റർനെറ്റ് കൊമേഴ്സ് എന്നും പറയും. ഇന്റർനെറ്റിലൂടെ ഗുഡ്സ് ഓർ സർവീസസ് ബൈ ചെയ്യുന്നതിനും സെല് ചെയ്യുന്നതിനും ആണ് നമ്മൾ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഇന്റർനെറ്റിലൂടെ നമ്മൾ ഗുഡ്സ് ഓർ സർവീസസ് പർച്ചേസ് ചെയ്യുന്നതിനും സെല് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഒരു ബിസിനസ് ഓപ്പറേഷൻസ് എല്ലാം ഓൺലൈനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺലൈനായിട്ട് ട്രാൻസാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു മോഡേൺ വേൾഡിൽ ഈ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്നല്ലേ. ബിസിനസ് മാനെ സംബന്ധിച്ചിടത്തോളം അവരും അവരുടെ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് സെല് ചെയ്യാനുള്ള ഒരു ഓൺലൈൻ സ്റ്റോർ ആണ് നോക്കുന്നത്. ഇതിലൂടെ എന്താണ് ഒരു ബിസിനസ് മാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് അവരുടെ പ്രൊഡക്ട്സ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് വേൾഡ് വൈഡ് അവിടെ സെല് ചെയ്യാം. കാരണം അവിടെ ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറീസും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. പിന്നെ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് 24 ഹവേഴ്സിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് അവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇ കൊമേഴ്സിന്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് മോഡൽസ്. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് ബിസിനസ് ടു ബിസിനസ് ആണ്. ഇവിടെ എന്താണ് ബിറ്റ്വീൻ ബിസിനസ്സസ് പ്രൊഡക്ട്സും സർവീസസും ഇൻഫോർമേഷൻസും ഇലക്ട്രോണിക്കലി എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ B2B ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ എന്ന് പറയുന്ന ഓൺലൈൻ ഡയറക്ടറീസ് ആൻഡ് പ്രൊഡക്റ്റ് ആൻഡ് സപ്ലൈ ചെയിൻ വെബ്സൈറ്റ്സ്. ഇതിലൂടെ ബിസിനസ്സിന് എന്താണ് അവിടെ പ്രൊഡക്ട്സും സർവീസസ് ആൻഡ് ഇൻഫോർമേഷൻസ് സെർച്ച് ചെയ്യാനും ഈ പ്രൊക്യൂർമെന്റ് ഇന്റർഫേസസിലൂടെ അവർക്ക് ട്രാൻസാക്ഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി സെക്കൻഡ് മോഡൽ പറയുന്നതോ ബിസിനസ് ടു കൺസ്യൂമർ B2C ഇ കൊമേഴ്സ്. ഇവിടെ എന്താണ് പ്രൊഡക്ട്സും സർവീസസും ഇൻഫോർമേഷൻസും ഡയറക്ട്ലി കൺസ്യൂമേഴ്സിലേക്ക് സെല് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ന് ഒരുപാട് വെർച്വൽ സ്റ്റോഴ്സ് ആൻഡ് മോൾസ് ഉണ്ടല്ലേ. എന്തിനാണ്? ഡിഫറെൻറ്റ് കൺസ്യൂമർ ഗുഡ്സ് സെല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇതിൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറ്റിയൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ ഇതിൽ വരുന്നൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. തേർഡ് വൺ പറയുന്നത് കൺസ്യൂമർ ടു കൺസ്യൂമർ ആണ്. ഇവിടെ എന്താണ് പ്രൊഡക്ട്സും സർവീസസും ഇൻഫോർമേഷൻസും എല്ലാം ഓൺലൈനായിട്ട് കൺസ്യൂമേഴ്സ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് കൺസ്യൂമർ ടു കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ട്രാൻസാക്ഷൻസ് ഒരു തേർഡ് പാർട്ടിയിലൂടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും ഇവിടെ ട്രാൻസാക്ഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു C2C പ്ലാറ്റ്ഫോമിൽ വരുന്ന 2 എക്സാമ്പിൾസ് എന്ന് പറയുന്ന ഓൺലൈൻ ഓപ്ഷൻസ് ആൻഡ് ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെന്റ്സ്. അതിൽ വരുന്നത് eBay ആൻഡ് ക്രേഗ്സ്ലിസ്റ്റ് ആണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന 2 എക്സാമ്പിൾ ആണ്. പിന്നെ ഈ ഒരു eBayനെ നമ്മൾ എന്താണ് കൺസ്യൂമർ ടു ബിസിനസ് ടു കൺസ്യൂമർ എന്നും പറയാറുണ്ട്, C2B2C. ഇനി നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത് കൺസ്യൂമർ ടു ബിസിനസ് ആണ്. കൺസ്യൂമർ ടു ബിസിനസ് ഇവിടെ എന്താണ് കൺസ്യൂമേഴ്സ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് പ്രിപ്പയർ ചെയ്തിട്ട് അത് ഓൺലൈനായിട്ട് കമ്പനീസിന് അവൈലബിൾ ആക്കുന്നതാണ് കൺസ്യൂമർ ടു ബിസിനസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ട്രഡീഷണൽ കൊമേഴ്സ് മോഡൽ ആയിട്ടുള്ള B2Cന് ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ ഈ ഒരു C2B പ്ലാറ്റ്ഫോമിൽ വരുന്ന പോപ്പുലർ എക്സാമ്പിൾസ് എന്ന് പറയുന്നതാണ് റോയൽറ്റി ഫ്രീ ഫോട്ടോഗ്രാഫ്സ്, ഇമേജസ്, മീഡിയ, ഡിസൈൻ എലമെന്റ്സ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള എക്സാമ്പിൾസ്. അനദർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ജോബ് ബോർഡ് ആണ്. നെക്സ്റ്റ് മോഡൽ പറയുന്നത് ബിസിനസ് ടു അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇവിടെ എന്താണ് കമ്പനീസ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓർ ഗവൺമെന്റ് ബോഡീസ്. അതായത് ഈ ഒരു കമ്പനീസ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓർ ഗവൺമെന്റ് ബോഡീസിന്റെ ഇടയിൽ കണ്ടക്ട് ചെയ്യുന്ന ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ് ബിസിനസ് ടു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ പല ബ്രാഞ്ചസും ഈ സർവീസസ് ഓർ പ്രൊഡക്ട്സിൽ ഡിപ്പെൻഡഡ് ആണ്, ഒരു വേയിൽ അല്ലെങ്കിൽ അനദർ വേയിൽ. എസ്പെഷ്യലി ലീഗൽ ഡോക്യുമെന്റ്സ്, രജിസ്റ്റർ, സോഷ്യൽ സെക്യൂരിറ്റി, ഫിസിക്കൽ ആൻഡ് എംപ്ലോയ്മെന്റ് ഏരിയാസിൽ. ഇവിടെ ബിസിനസ്സിന് എന്താണ് ഇവിടെ ഡാറ്റാസ് എല്ലാം ഇലക്ട്രോണിക്കലി സപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ എന്താണ് ഈ ഒരു B2A സർവീസ് എന്ന് പറയുന്നത് ഈ റീസെന്റ് ഇയറിലായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് പറയുന്നത് കൺസ്യൂമർ ടു അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇവിടെ എന്താണ് ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗവൺമെന്റ് ബോഡീസ് തമ്മിൽ ഓൺലൈനായിട്ട് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഗവൺമെന്റ് റെയർലി ആണ് സിറ്റിസൺസിൽ നിന്നും പ്രൊഡക്ട്സോ സർവീസസോ പർച്ചേസ് ചെയ്യുന്നത്. ഇനി ഇൻഡിവിജ്വൽസ് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ഫ്രീക്വന്റ് ഇലക്ട്രോണിക് മീൻസ് യൂസ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാ നോക്കാം.
ഇവിടെ 4 ഏരിയാസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷനിൽ എന്തൊക്കെയാണ്? ഡിസ്റ്റൻസ് ലേണിംഗ് ഓർ ഓൺലൈൻ ലെക്ചേഴ്സ്, ഡിസിമിനേറ്റിംഗ് ഇൻഫോർമേഷൻ. സെക്കൻഡ് സോഷ്യൽ സെക്യൂരിറ്റി, ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇൻഫോർമേഷൻ, മേക്കിംഗ് പേയ്മെന്റ്സ് എക്സെട്ര. പിന്നെ ടാക്സസ്, ഫയലിംഗ് ടാക്സ് റിട്ടേൺസ്, മേക്കിംഗ് പേയ്മെന്റ്സ് എക്സെട്ര. പിന്നെ ഹെൽത്ത്, മേക്കിംഗ് അപ്പോയിൻമെന്റ്സ്, പ്രൊവൈഡിംഗ് ഇൻഫോർമേഷൻ അബൌട്ട് ഇൽനെസ്, മേക്കിംഗ് ഹെൽത്ത് സർവീസ് പേയ്മെന്റ്സ് എക്സെട്ര. നെക്സ്റ്റ് പറയുന്നത് മൊബൈൽ ഇ കൊമേഴ്സ് ആണ്. മൊബൈൽ ഇ കൊമേഴ്സ് മൊബൈൽ ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ടായിട്ട് എം കൊമേഴ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ മൊബൈൽ ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ സെയിൽസ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത് മൊബൈൽ ഡിവൈസസിലൂടെയാണ്. ഓൺലൈൻ സെയിൽസ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത് മൊബൈൽ ഡിവൈസസിലൂടെയാണ്. ഈ ഒരു എം കൊമേഴ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? മൊബൈൽ ഷോപ്പിംഗ്, മൊബൈൽ ബാങ്കിങ്, മൊബൈൽ പേയ്മെന്റ്സ് ഒക്കെയാണ്. പിന്നെ എന്താണ്? ഇവിടെ മൊബൈൽ ചാറ്റ് ബോട്ട്സും ഉണ്ട്. ഇതെന്താണ്? ബിസിനസ്സിനുള്ള ഇ കൊമേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ കൺസ്യൂമേഴ്സിന് കമ്പനീസുമായിട്ട് എന്താണ് വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ കൺവേഴ്സേഷൻസ് നടത്താവുന്നതുമാണ്. നെക്സ്റ്റ് പറയുന്നത് ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ആണ്. ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ. ഈ ഒരു ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഇ കൊമേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. എന്തൊക്കെയാണ്? ഇമെയിൽ, ഓൺലൈൻ കാറ്റലോഗ്സ് ആൻഡ് ഷോപ്പിംഗ് കാർട്സ്, ഇ ഡി ഐ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, വെബ് സർവീസസ് ആൻഡ് മൊബൈൽ ഡിവൈസസ്. ഇതിലെന്താണ്? B2B ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ്? ഇവിടെ നമുക്ക് ഇമെയിൽ യൂസ് ചെയ്തിട്ട് അത് മീൻസ് ആഡ്സ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽസ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എന്താണ്? സബ്സ്ക്രൈബേഴ്സിലേക്ക് ന്യൂസ് ലെറ്റേഴ്സ് സെൻഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മൊബൈൽ ഡിവൈസസിലേക്ക് SMS ടെക്സ്റ്റ് എല്ലാം സെൻഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ കമ്പനീസും അവരുടെ കൺസ്യൂമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും കൺസ്യൂമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും എങ്ങനെയാണ്? ഓൺലൈൻ ആയിട്ടാണല്ലേ. അതായത് ഡിജിറ്റൽ കൂപ്പൺ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ടാർഗറ്റ് അഡ്വർടൈസ്മെന്റ്സ് പോലുള്ള ടൂൾസ് എല്ലാം യൂസ് ചെയ്തിട്ടാണ്. ഇനി ഈ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ റൈസ്, ഈ ഒരു ഇ കൊമേഴ്സ് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം. അതുകൊണ്ട് തന്നെ എന്താണ്? ഐ ടി പേഴ്സണൽസ് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈൻസിനെക്കാട്ടും കൂടുതലായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് കൺസ്യൂമർ ഡാറ്റ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ആണ്. ഒരു ഐ ടി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ എന്താണ്? ഒരു ഇ കൊമേഴ്സ് ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻസ് അവിടെ ഡെവലപ്പ് ചെയ്യുമ്പോഴും എന്താണ്? അവിടെ ഈ ഒരു ഐ ടി പ്രൊഫഷണൽസ് മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? അവിടെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടോ എന്നും അതേപോലെ തന്നെ എന്താണ്? അവിടെയുള്ള റൂൾസ് ആൻഡ് ഇൻഫോർമേഷൻസ് പ്രൊട്ടക്റ്റഡ് ആക്കുക എന്നതും അവർ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. നെക്സ്റ്റ് പറയുന്നത് എക്സാമ്പിൾസ് ഓഫ് ഇ കൊമേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? റീറ്റെയിൽ ആണ്. റീറ്റെയിലിൽ എന്താണ്? ഇവിടെ ബിസിനസ് ഡയറക്ട്ലി കസ്റ്റമേഴ്സിലേക്ക് പ്രൊഡക്ട്സ് സെല് ചെയ്യാണ്, ഒരു ഇന്റർമീഡിയറി ഇല്ലാതെ. സെക്കൻഡ് ഹോൾസെയിലിൽ എന്താണ്? ഇവിടെ പ്രൊഡക്ട്സ് ബൾക്കായിട്ട് സെയിൽ ചെയ്യാണ്. ആദ്യം റീറ്റെയിലേഴ്സിൽ നിന്നും കൺസ്യൂമേഴ്സിലേക്കുമായിരിക്കും ഡയറക്റ്റ് ആയിട്ട് സെല് ചെയ്യുന്നത്. അടുത്ത് പറയുന്നത് ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ്. ഇവിടെ എന്താണ്? മാനുഫാക്ചേർഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഷിപ്പ് ചെയ്ത് കൺസ്യൂമേഴ്സിലേക്ക് ഒരു തേർഡ് പാർട്ടി വഴി സെല് ചെയ്യുന്നതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഫോർത്ത് വൺ പറയുന്ന ക്രൗഡ് ഫണ്ടിങ് ആണ്. ഇവിടെ എന്താണ്? ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? കൺസ്യൂമേഴ്സിൽ നിന്നും അഡ്വാൻസ് ആയിട്ട് മണി കളക്ട് ചെയ്യുന്നതാണ് ക്രൗഡ് ഫണ്ടിങ്ങിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ആണ്. ഇവിടെ സബ്സ്ക്രൈബേഴ്സ് അവരുടെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർക്ക് എന്താണ്? റെഗുലർ ബേസിസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗുഡ്സ്, പ്രൊഡക്ട്സോ സർവീസസോ പർച്ചേസ് ചെയ്യുന്നതാണ്. ഓട്ടോമാറ്റിക്കലി പർച്ചേസ് ചെയ്യുന്നതാണ്. സിക്സ്ത് വൺ പറയുന്നത് ഫിസിക്കൽ പ്രൊഡക്ട്സ് ആണ്. ഇവിടെ പറയുന്നത് എന്താണ്? ഫിസിക്കൽ പ്രൊഡക്ട്സിന്റെ സെയിൽസ്, ഫിസിക്കൽ പ്രൊഡക്ട്സ് ഇവിടെ കസ്റ്റമേഴ്സിലേക്ക് ഷിപ്പ് ചെയ്തിട്ടാണ് സെയിൽസ് നടത്തുന്നത്. ഇനി ഡിജിറ്റൽ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ ഡൗൺലോഡബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ ഗുഡ്സ്, ടെംപ്ലേറ്റ്സ്, കോഴ്സസ് ഓർ മീഡിയാസ് വരുന്നുണ്ട്. ഇതെന്താണ്? കൺസംഷൻ പർപ്പസിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. അതിൽ ലൈസൻസ്ഡ് ഫോർ യൂസ് ആയിരിക്കാം. പിന്നെ പറയുന്ന സർവീസസ് ആണ്. സർവീസസിൽ പറയുന്നത് എന്താണ്? ഇവിടെ എന്താണ്? ഒരു സർവീസ് പ്രൊവൈഡറിന്റെ ടൈം നമുക്ക് ഫീ കൊടുത്തിട്ട് ഇവിടെ പർച്ചേസ് ചെയ്യാം. അതാണ് സർവീസസിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ഇ കൊമേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഓഫർ പ്രൊഡക്റ്റ് ഡാറ്റ ഷീറ്റ്. ഇവിടെ എന്താണ്? കൺസ്യൂമേഴ്സിന് ഓൺലൈൻ പ്രൊഡക്റ്റ് കാറ്റലോഗിൽ നിന്നും പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. ഒരു കൺസ്യൂമറിന്റെ പർച്ചേസ് ഡിസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു ഇൻഫോർമേഷൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതായിരിക്കും അല്ലേ. അതാണ് ഫസ്റ്റ് ബെനിഫിറ്റിൽ പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് എന്താണ്? അട്രാക്ട് ന്യൂ കസ്റ്റമേഴ്സ് വിത്ത് സെർച്ച് എഞ്ചിൻ വിസിബിലിറ്റി.
ഒരു ഫിസിക്കൽ റീറ്റെയിൽ സ്റ്റോർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അവിടെ ബ്രാൻഡിങ് ആൻഡ് റിലേഷൻഷിപ്പിലൂടെ ആയിരിക്കും ആ ഒരു ഫിസിക്കൽ സ്റ്റോർ അവിടെ റൺ ചെയ്യുന്നത്. എന്നാൽ ഒരു ഓൺലൈൻ സ്റ്റോർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അവിടെ സെർച്ച് എഞ്ചിന്, അതായത് നമ്മൾ സെർച്ച് ചെയ്തിട്ടായിരിക്കും ഒരു ഓൺലൈൻ റീറ്റെയിൽ ഷോപ്പിനെ പറ്റി കൂടുതലായിട്ട് അറിയുന്നത്. ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു സെർച്ച്, അത് മീൻസ് നമ്മൾ സെർച്ച് ചെയ്ത് ഒരു ലിങ്ക് കണ്ടുപിടിക്കുന്നതും അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഇതുവരെയായിട്ടും കേൾക്കാത്ത ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ ലാൻഡ് അപ്പ് ചെയ്യുന്നതും വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല. തേർഡ് ബെനിഫിറ്റ് പറയുന്നത് കംപ്രൈസ് വാറണ്ടി ഇൻഫോർമേഷൻ. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഒരു കസ്റ്റമർ പർച്ചേസ് നടത്തുന്നതിന് മുമ്പായിട്ട് അവെയർ ആയിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ ആ ഒരു പർച്ചേസുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ്. നെക്സ്റ്റ് പറയുന്നത് ഡിക്രീസിങ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ്. ഇവിടെ എന്താണ് ഈ ഒരു ഇ-കൊമേഴ്സ് ബിസിനസ്സിലൂടെ സപ്ലയേഴ്സിന് അവിടെ കോസ്റ്റ് ഓഫ് അവരുടെ ഇൻവെന്ററി ഗുഡ്സ് മാനേജ് ചെയ്യുന്നതിന്റെ കോസ്റ്റ് ഡിക്രീസ് ചെയ്യാം. ഇവിടെ എന്താണ് വെബ് ബേസ്ഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ അവിടെ ഇൻവെന്ററി മാനേജ്മെന്റ് ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് ഇൻഡയറക്ട്ലി ആയിട്ടായാലും അവരുടെ ഓപ്പറേഷണൽ കോസ്റ്റ് സേവ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ബെനിഫിറ്റ് പറയുന്നത് കീപ് ഐ ഓൺ കൺസ്യൂമേഴ്സ് ബൈയിങ് ഹാബിറ്റ്. ഇവിടെ ഇ-കൊമേഴ്സ് റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് അവരുടെ കൺസ്യൂമേഴ്സിന്റെ ബൈയിങ് ഹാബിറ്റ്സും ഇൻട്രസ്റ്റും കോൺസ്റ്റന്റ് ആയിട്ട് അറിയാനും അതേപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് കൺസ്യൂമേഴ്സിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് അവിടെ പ്രൊഡക്ട്സ് ഓഫർ ചെയ്യാനും അവരുടെ നീഡ്സ് കോൺസ്റ്റന്റ്ലി സാറ്റിസ്ഫൈ ചെയ്യാനും അതിലൂടെ അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ബെനിഫിറ്റ് പറയുന്ന കോമ്പീറ്റൻസ് ആണ്. ഇവിടെ ഒരു എഫക്റ്റീവ് ബിസിനസ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു എഫിഷ്യന്റ് ആൻഡ് കോമ്പീറ്റൻസ് മെത്തേഡ് ആണ്. ഇവിടെ നമ്മളൊരു ഫിസിക്കൽ സ്റ്റോർ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ സ്റ്റോർ അവിടെ നമ്മൾ ഉണ്ടാക്കുന്ന അത്രത്തോളം കോസ്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഈ ഒരു ഓൺലൈൻ സ്റ്റോർ സെറ്റിംഗ് അപ്പിൽ വരുന്നില്ല. ഇവിടെ അതേപോലെ തന്നെ ഫ്യൂ ലൈസൻസ് ആൻഡ് പെർമിറ്റ്സേ ആവശ്യം വരുന്നുള്ളൂ. അതായത് ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്യൂ ലൈസൻസ് ആൻഡ് പെർമിറ്റ്സേ ആവശ്യം വരുന്നുള്ളൂ. മണി സേവ് ചെയ്യാനും ലോട്ട് ഓഫ് മണി സേവ് ചെയ്യാനും അതേപോലെ തന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ബില്ലിങ്ങിനായാലും ഇൻവെന്ററി മാനേജ് ചെയ്യാനും കുറച്ച് ഫ്യൂവർ എംപ്ലോയീസിന്റെ ആവശ്യമേ വരുന്നുള്ളൂ. നെക്സ്റ്റ് ബെനിഫിറ്റ് പറയുന്നത് അലൗ ഹാപ്പി കസ്റ്റമേഴ്സ് ടു സെൽ യുവർ പ്രൊഡക്ട്സ്. ഇവിടെ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ആമസോണിനോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിനോ ഒരു പ്രൊഡക്റ്റ് നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്തായിരിക്കും? അതിന്റെ റിവ്യൂസ്, കസ്റ്റമർ റിവ്യൂസും പ്രൊഡക്റ്റ് റേറ്റിംഗ്സും ഒക്കെ നമ്മൾ നോക്കില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു കസ്റ്റമർ റിവ്യൂസും പ്രൊഡക്റ്റ് റേറ്റിംഗ്സും അവിടെ മീൻസ് അവിടെ അവൈലബിൾ ആവുന്നതിലൂടെ കസ്റ്റമേഴ്സിന് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. പിന്നെ പറയുന്നത് സെല്ലിംഗ് പ്രൊഡക്ട്സ് അക്രോസ് ദി വേൾഡ് ആണ്. ഒരു ഫിസിക്കൽ സ്റ്റോർ റൺ ചെയ്യുകയാണെങ്കിൽ അവിടെ ജോഗ്രഫിക്കൽ ഏരിയ ലിമിറ്റഡ് ആയിരിക്കും അല്ലേ? എന്നാൽ നമ്മുടെ ഈ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിലൂടെ ആകുമ്പോൾ എന്തായിരിക്കും, നമുക്ക് വേൾഡ് വൈഡ് നമ്മുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് സെല് ചെയ്യാൻ സാധിക്കും. ഇവിടെ ആ ഒരു റേഞ്ച് ഓഫ് പ്രൊഡക്ട്സിന്റെ കേസിൽ അവരുടെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത് എൻറ്റയർ വേൾഡ് ആയിരിക്കും. അവിടെ ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് വരുന്നില്ല. പിന്നെ പറയുന്ന റിമൈനിങ് ലിമിറ്റേഷൻസ് ജോഗ്രഫിക്കൽ ഏരിയയിൽ വരുന്ന റിമൈനിങ് ലിമിറ്റേഷൻസ് നമുക്ക് കൊമേഴ്സിലൂടെ ഡിസോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ സ്റ്റേ ഓപ്പൺ 24/7/365, അതായത് 365 ദിവസത്തിൽ 24 മണിക്കൂറും ഈ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഓപ്പൺ ആണ്. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും അവർക്ക് ഏത് നേരത്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെയിൽസ് ഇവിടെ ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് എക്കണോമിയാണ്. എക്കണോമിയിൽ പറയുന്നത് നമുക്കിവിടെ ഒരു ഫിസിക്കൽ സ്റ്റോറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഓർ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമോ വരുന്നില്ല. നമുക്കിവിടെ ഒരു യുണീക്ക് പ്രൊഡക്ട്സ് ആൻഡ് വെൽ ഡിസൈൻ വെബ്സൈറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ചെയ്യാനും നമ്മുടെ പ്രൊഡക്ട്സ് അവിടെ സെല് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ എക്കണോമിക്കലി മോർ എക്കണോമിക്കൽ ആണ്. നെക്സ്റ്റ് പറയുന്ന ബൂസ്റ്റ് ബ്രാൻഡ് അവയർനെസ് ആണ്. ഇവിടെ B2B ഓർഗനൈസേഷൻ അവരുടെ ന്യൂ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും അതേപോലെ തന്നെ ന്യൂ കസ്റ്റമേഴ്സിലേക്ക് അവരുടെ ബ്രാൻഡ് അവയർനെസ് ബൂസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. പിന്നെ പറയുന്നത് ഡിക്രീസ് കോസ്റ്റ് ആണ്. ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവിടെ കോസ്റ്റ് ഓഫ് ബിസിനസ് ഡിക്രീസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു ഇ-കൊമേഴ്സ്
ഓപ്റ്റ് ചെയ്യുന്നതിലൂടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് കോസ്റ്റ്. നമുക്കിവിടെ എന്താണ് അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് മണി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമല്ല. ഇവിടെ എന്താണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസിങ് ചാനൽസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഓർഗാനിക് സെർച്ച് എഞ്ചിൻ ട്രാഫിക്, സോഷ്യൽ മീഡിയ ട്രാഫിക് ആൻഡ് പേപ്പർ ക്ലിക്ക്. സെക്കൻഡ് പറയുന്ന പേഴ്സണൽ ആണ്. പേഴ്സണൽ എന്താണ്? ഇവിടെ ചെക്കൗട്ടും ബില്ലിങ്ങും ഇൻവെന്ററി മാനേജ്മെന്റും പേയ്മെന്റ്സും എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്? നമുക്കിവിടെ ഒരുപാട് എംപ്ലോയീസിന്റെ ആവശ്യം വരുന്നില്ല. ഫ്യൂവർ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ ആവശ്യമേ വരുന്നുള്ളൂ. തേർഡ് പറയുന്നത് എലിമിനേറ്റ് ട്രാവൽ കോസ്റ്റ് ആണ്. ഇവിടെ ഇപ്പോൾ ഒരു കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ലോങ് ഡിസ്റ്റൻസ് ആയിട്ട്, അതായത് ഡിസൈഡ് സ്റ്റോറിലേക്ക് ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അവർക്ക് ട്രാവൽ ചെയ്യാതെ തന്നെ ഈ സ്റ്റോറിൽ വിസിറ്റ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ഒരു ക്ലിക്കിലൂടെ അവർക്ക് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ബെനിഫിറ്റ് പറയുന്നത് ഓഫർ ഹ്യൂജ് ഇൻഫോർമേഷൻ ആണ്. ഇവിടെ എന്താണ്? നമുക്കൊരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിസിക്കൽ സ്റ്റോറിനെക്കാട്ടും കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ഓൺലൈൻ സ്റ്റോറിലൂടെ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഇതെന്താണ്? ഇത് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നത് ഈസി ആക്കുന്നുണ്ട്. അടുത്ത പറയുന്ന അനലറ്റിക്സ് ആണ്. അടുത്ത ബെനിഫിറ്റ് പറയുന്ന അനലറ്റിക്സ് ആണ്. ഇവിടെ എന്താണ്? ഈ ഒരു ഇ-കൊമേഴ്സിലൂടെ ഓർഗനൈസേഷൻ അവരുടെ സെയിൽസ് എഫക്റ്റീവ്നെസ്സും കാൽക്കുലേറ്റ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും കസ്റ്റമർ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യാനും മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഇവാലുവേറ്റ് ചെയ്യാനും പ്രൊഡക്റ്റ് മിക്സ്, കസ്റ്റമർ എൻഗേജ്മെന്റ്സ് ആൻഡ് മോർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇവാലുവേറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ബെനിഫിറ്റ് പറയുന്നത് എക്സ്പാൻഡ് മാർക്കറ്റ് ഫോർ നിക് പ്രൊഡക്ട്സ് ആണ്. അതായത് കസ്റ്റമേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് എന്താണ് വെബിലൂടെ സെർച്ച് ചെയ്യാനും അത് വേൾഡിൽ ഏതൊരു കോർണറിലാണെങ്കിലും അവർക്ക് പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. കസ്റ്റമേഴ്സിന് ഏത് കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് ആണ് അവിടെ വേണ്ടത് എന്നത് അവിടെ മാറ്റർ ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സും നമുക്ക് ഈസി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ബെനിഫിറ്റ് പറയുന്നത് സ്കേലബിലിറ്റി ആണ്. സ്കേലബിലിറ്റിയിൽ പറയുന്നത് എന്താണ്? ഒരു എഫക്റ്റീവ് ഇ-കൊമേഴ്സ് സൊല്യൂഷനിലൂടെ ഓർഗനൈസേഷൻ അവിടെ വളരാനും അതേപോലെ തന്നെ എന്താണ് മാർക്കറ്റ് ഡിമാൻഡ്സും കസ്റ്റമേഴ്സ് റിക്വയർമെന്റ്സ് ഈസിലി മീറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. പിന്നെ പറയുന്ന അടുത്ത ബെനിഫിറ്റ് പറയുന്നത് എബിലിറ്റി ഓഫ് മൾട്ടി സൈറ്റ് ആണ്. എബിലിറ്റി ഓഫ് മൾട്ടി സൈറ്റ്. ഇവിടെ പറയുന്നത് ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ ബിസിനസ്സിന് അവിടെ എന്താണ് ചാനൽ സ്പെസിഫിക് ലോഞ്ച് ചെയ്യാനും പർട്ടിക്കുലർ ബ്രാൻഡ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സ് ലോഞ്ച് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇതെന്താണ്? സ്പെസിഫിക് കസ്റ്റമേഴ്സിലേക്കുള്ള കോ ബ്രാൻഡഡ് വെബ്സൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ ഇനാബിൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയാണ് നമ്മുടെ ഇ-കൊമേഴ്സിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അഡ്വാൻറ്റേജസ് ഓഫ് ഇ-കൊമേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞ സ്പീഡ് അപ്പ് ദ ബൈയിങ് പ്രോസസ് ആൻഡ് സേവ് ടൈം ഫോർ കസ്റ്റമേഴ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു ഫിസിക്കൽ സ്റ്റോറിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്റ്റോറിൽ പോയിട്ടാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോവാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വിചാരിച്ച ഒരു പ്രൊഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കേണ്ടി, അങ്ങനെ നമ്മൾ പല പല കടയിൽ കയറി ചെല്ലും. അങ്ങനെ എന്താണ് നമ്മുടെ ടൈം അവിടെ കൺസ്യൂം ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ഒരു ഓൺലൈൻ സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും? നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്കൊരു ക്ലിക്കിലൂടെ അവിടെ ലഭിക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ ടൈം അവിടെ സേവ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ട്രാവലിംഗ് ടൈമും അവിടെ റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് വൺ പറഞ്ഞ പേഴ്സണലൈസ് ദ സ്റ്റോർ ആസ് പെർ ദി കസ്റ്റമർ എക്സ്പെക്ടേഷൻ. അതായത് നമ്മളിപ്പോൾ ഓൺലൈൻ ആയിട്ടാണ് ഇവിടെ പർച്ചേസ് നടത്തുന്നതെന്ന് വിചാരിക്കുക. അപ്പം നമ്മളവിടെ ദിവസം സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് അവിടെ ഓട്ടോമാറ്റിക്കലി നൽകുന്നതായിരിക്കും അല്ലേ? കസ്റ്റമേഴ്സിന് വേണ്ട റെക്കമെൻഡേഷൻസ് എല്ലാം അവിടെ ഓട്ടോമാറ്റിക്കലി നൽകുന്നതായിരിക്കും. നമ്മൾ അതേപോലെ തന്നെ ഒരു സൈറ്റിൽ തന്നെയാണ് നമ്മൾ റെഗുലർ ആയിട്ട് സെർച്ച് ചെയ്യുന്നതെങ്കിലും അവിടെ എന്താണ് നമുക്കൊരു എക്സ്ട്രാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ നമുക്ക് തരുന്ന സർവീസസിൽ അവിടെ കൂടുതൽ ലോയൽറ്റിയും ഉണ്ടായിരിക്കും. തേർഡ് അഡ്വാൻറ്റേജ് പറയുന്നത് റെഡ്യൂസ് റിക്വയറിംഗ് കോസ്റ്റ് വൈൽ ഹയറിംഗ് വെർച്വൽ സപ്പോർട്ട് റിസോഴ്സസ്. അതായത് ഇവിടെ എന്താണ് ഈ ഒരു ഇ-കൊമേഴ്സിന്റെ വൺ ഓഫ് ദ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നത് അഫോർഡബിൾ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവിടെ എല്ലാം വെർച്വൽ അസിസ്റ്റൻസ് ആയിരിക്കും. ഡിഫറെൻറ്റ് കൺട്രീസിൽ നമ്മുടെ പ്രസൻസ് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ വെർച്വൽ അസിസ്റ്റൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ എന്തായിരിക്കും ഫിസിക്കൽ സ്റ്റോറിനെക്കാട്ടും റീറ്റെയിൽ ലൊക്കേഷൻസിനെക്കാട്ടും നോക്കുമ്പോൾ ഇ-കൊമേഴ്സ് ബിസിനസ്സിൽ കുറച്ച് കൂടുതൽ എംപ്ലോയീസ് വേണ്ടി വരും. ഫോർത്ത് വൺ പറയുന്ന ഈസിലി റീടാർഗറ്റ് യുവർ കസ്റ്റമേഴ്സ്. നമ്മുടെ ഈ ഒരു ഇവിടെ കസ്റ്റമേഴ്സിനെ റീടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വേസ് ഉണ്ട്.
അതിൽ പറയുന്ന കുറച്ച് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഷെയർ എ കൂപ്പൺ വെൻ കസ്റ്റമേഴ്സ് ലീവ് ദ ചെക്കൗട്ട് പേജ്. അതായത് ആ ഒരു പേജ് അവിടെ ലീവ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് അവിടെ കൂപ്പൺസ് എന്താണ് ഷെയർ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ? ഇമെയിലിലൂടെ സെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ പറയുന്നത് എന്താ? ഗൂഗിൾ പെയ്ഡ് ആൻഡ് ഓർഗാനിക് സെർച്ച് റിസൾട്ട്സിലൂടെ നമുക്കിത് നടത്താവുന്നതേ ഉള്ളൂ. പിന്നെ പറയുന്നത് എന്താണ്? It can be done through the customer's number of visit to a specific page with a certain period of time. അതായത് ഇപ്പോൾ കസ്റ്റമേഴ്സ് എത്രത്തോളം ഒരു സ്പെസിഫിക് പേജിൽ വിസിറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് എന്താണ് കൂപ്പൺസ് ഇവിടെ ഷെയർ ചെയ്യാൻ സാധിക്കും. ഫിഫ്ത്ത് വൺ പറയുന്നത് ഈസിയർ ടു എൻഗേജ് ആൻഡ് ഇമ്പൾസ് ബൈ ആണ്. ഈസിയർ ടു എൻഗേജ് ആൻഡ് ഇമ്പൾസ് ബൈ, അതായത് ഇവിടെ പറയുന്നത് വെച്ചാൽ, ഈ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ, ആ ഒരു പ്രൊഡക്റ്റിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് ഇമേജസ് നൽകുന്നതായിരിക്കും, അത് കളർ ഓപ്ഷൻസ് നൽകുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെടുന്ന ഒരുപാട് വീഡിയോസ് അവിടെ നൽകുന്നതായിരിക്കും. ഇങ്ങനെ എന്താണ് ആ ഒരു കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും ആ ഒരു സ്റ്റോറിൽ നിന്ന് തന്നെ ആ പ്രൊഡക്റ്റ് വാങ്ങാനും അവരെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും. സിക്സ്ത് അഡ്വാൻറ്റേജ് പറയുന്നത് റിവ്യൂസ് അവൈലബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ബെനിഫിറ്റ്സിൽ എന്താണ്, നമുക്ക് ഇവിടെ കസ്റ്റമേഴ്സ് റിവ്യൂസും റേറ്റിംഗ്സ്, ഒരു പ്രൊഡക്റ്റ് റേറ്റിംഗ്സ് ഒക്കെ അവിടെ കാണാൻ നമുക്ക് സാധിക്കും. അതിലൂടെ എന്താണ് നമ്മുടെ പർച്ചേസ് ഡിസിഷൻസിനെ എന്താണ് നമ്മുടെ പർച്ചേസ് ഡിസിഷൻ എന്ന് പറയുന്ന അതിലും ഡിപ്പെൻഡഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള റിവ്യൂസും അതേപോലെ തന്നെ റേറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെന്താണ് കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാവും. സെവൻത്ത് അഡ്വാൻറ്റേജ് പറയുന്നത് ഏബിൾ ടു പ്രൊവൈഡ് ഡീറ്റെയിൽ ഇൻഫോർമേഷൻ ടു ദി കസ്റ്റമർ. അതായത് ഇവിടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻസ് തന്നെ കൊടുക്കുന്നുണ്ടായിരിക്കും. നമുക്കൊരു സാധാ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്നും ലഭിക്കുന്നതിനെക്കാട്ടും കൂടുതലായിട്ടുള്ള അപ് ടു ഡേറ്റഡ് ഇൻഫോർമേഷൻസും ഡിസ്ക്രിപ്ഷൻസും ഒരു പ്രൊഡക്റ്റിനെ പറ്റി കസ്റ്റമേഴ്സിന് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇതെന്താണ് കസ്റ്റമേഴ്സിനെ അവരുടെ പർച്ചേസ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എയ്ത്ത് പറയുന്നത് ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് സർവീസ് ഇൻ റീസണബിളി ലോ ഓപ്പറേഷണൽ കോസ്റ്റ്. ഇവിടെ പറയുന്നത് വെച്ചാൽ ഒരു ഫിസിക്കൽ റീറ്റെയിൽ സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തായിരിക്കും, ആ ഒരു സ്റ്റോർ ആ ഒരു മാർക്കറ്റ് ആ ഒരു സ്റ്റോറിൽ മീൻസ് ആ ഒരു മാർക്കറ്റിൽ ആ സ്റ്റോറിന്റെ പ്രസൻസ് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മെയിൻ്റെനൻസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരും അല്ലേ. പക്ഷേ ഇ കൊമേഴ്സ് സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം അവർ മീൻസ് അവർക്ക് വരുന്ന ആ ഒരു കോസ്റ്റിനെക്കാട്ടും 60% കോസ്റ്റ് ഇ കൊമേഴ്സ് സ്റ്റോറിന്റെ കേസിൽ കുറവായിരിക്കും. ഇവിടെ എന്താണ് മീൻസ് ഓപ്പറേഷൻ ഓൺലൈൻ, അതായത് ഫിസിക്കൽ സ്റ്റോർ വെച്ച് നോക്കുമ്പോൾ ഓൺലൈൻ സ്റ്റോറിൽ ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇവിടെ ഒന്ന് പറയുന്നത് എന്താണ്, സ്റ്റാഫ്സിന്റെ പേയ്മെന്റ് കേസിലും ലൊക്കേഷൻ ചാർജസ് കേസിലും ഇൻവെന്ററി ചാർജസ്, സ്റ്റോർ ഡിസൈൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ അഫക്റ്റ് ചെയ്യുന്നില്ല. നയൻത്ത് അഡ്വാൻറ്റേജ് പറയുന്നത് ക്വിക്ക് ആൻഡ് അഫോർഡബിൾ മാർക്കറ്റിംഗ് ആണ്. ഇവിടെ എന്താണ് നമുക്ക് ഇവിടെ there are many ways to pull your e-commerce business into this online world through various ways of online marketing which are quick and affordable. അതായത് നമ്മുടെ ഈ ഒരു ഇ-കൊമേഴ്സ് ബിസിനസ്സിനെ ഓൺലൈൻ വേൾഡിലേക്ക് ഓൺലൈൻ വേൾഡിൽ കൂടുതൽ ഇ-കൊമേഴ്സ് ബിസിനസ്സിന്റെ പ്രസൻസ് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരുപാട് ഓൺലൈൻ മാർക്കറ്റിംഗ് ബേസ് ഉണ്ട്. അതായത് അഫോർഡബിൾ പ്രൈസിൽ ലഭിക്കുന്ന ഓൺലൈൻ മാർക്കറ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ വരുന്ന കുറച്ച് മാർക്കറ്റിംഗ് ടെക്നിക്സ് എന്തൊക്കെയാ വെച്ചാൽ, ഫസ്റ്റ് വൺ പറയുന്നത് എന്താ വെച്ചാൽ എപ്പോഴും അവിടെ ഒരു നല്ലൊരു കണ്ടന്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, മാർക്കറ്റ് വിസിബിലിറ്റി അത് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ക്രിയേറ്റീവ് കണ്ടന്റ് മാർക്കറ്റിംഗിലൂടെ നമുക്ക് നമ്മുടെ പ്രസൻസ് അവിടെ അറിയിക്കാം. സെക്കൻഡ് വൺ പറയുന്നത് എന്താണ്, ഇവിടെ ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് വീഡിയോസ്, പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിനെ പറ്റിയുള്ള ഒരു ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് വീഡിയോസ് നമുക്ക് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. തേർഡ് വൺ പറയുന്നത് സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലൂടെ നമുക്ക് നമ്മുടെ ആ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ പ്രസൻസ് എല്ലായിടത്തും അറിയിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പറയുന്നത് എന്താണ്, ഈവൻ ത്രൂ ദർ ആർ DIY infographics which help you to express your presence, you can say contrary that it works as a browser. അതായത് DIY ഇൻഫോഗ്രാഫിക്സിലൂടെ നമുക്ക് പ്രസൻസ് അവിടെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതൊരു ബ്രൗസർ പോലെ തന്നെയായിരിക്കും ഇതും വർക്ക് ചെയ്യുന്നത്. പിന്നെ എവറി കസ്റ്റമർ ക്യാൻ റീച്ച് ത്രൂ ദ ഡിജിറ്റൽ മാർക്കറ്റ് have to focus on the techniques to approach them. പിന്നെ പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിലൂടെ കസ്റ്റമേഴ്സിന്റെ റീച്ച് നമുക്ക്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിലൂടെ എവറി കസ്റ്റമർ ക്യാൻ ബി റീച്ച് ത്രൂ ദി ഡിജിറ്റൽ മാർക്കറ്റ്. അത് ഡിജിറ്റൽ മാർക്കറ്റിലൂടെ എല്ലാ കസ്റ്റമേഴ്സിനും റീച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ടു ദ കസ്റ്റമർ ടു ബൈ പ്രൊഡക്ട്സ് 24/7. അതായത് ഒരു റെഗുലർ സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്കൊരു ഒരു ഹവർ ഉണ്ടായിരിക്കും അല്ലേ, ഇത്ര ഹവറിൻ്റെ ഉള്ളിൽ വരെ ആയിരിക്കും അവരുടെ സ്റ്റോർസ് ഓപ്പൺ ആയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഓൺലൈൻ സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം 24 hours അത് ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് അവിടെ പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ.
11th അഡ്വാൻറ്റേജ് പറയുന്നത് ലെസ് സ്റ്റോർ സെറ്റപ്പ് കോസ്റ്റ് ആൻഡ് ക്വിക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, ഓഫ്ലൈൻ സ്റ്റോർ വെച്ച് നോക്കുമ്പോൾ ഇ കൊമേഴ്സ് സ്റ്റോറിന് എന്താണ് അധികം ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. ഇവിടെ എന്താണ് ഒരു ഓഫ്ലൈൻ സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അതായത് സെറ്റപ്പ് കോസ്റ്റ് വരുന്നതായിരിക്കും. പിന്നീട് എന്തായിരിക്കും ആ ഒരു സ്റ്റോറിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റും കാര്യങ്ങളും ഒക്കെ വരുന്നതായിരിക്കും അല്ലേ. എന്നാൽ ഈ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മെയിൻ്റെനൻസ് കോസ്റ്റും കാര്യങ്ങളും ഒന്നും ഇവിടെ വരുന്നില്ല. അതായത് ഇവിടെ ഇപ്പം എന്താണ് അതായത് ഒരു ഇ കൊമേഴ്സ് സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇലക്ട്രിസിറ്റി ബില്ലോ റെന്റോ മെയിൻ്റെനൻസ് കോസ്റ്റോ സർവീസ് കോസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഓഫ്ലൈൻ സ്റ്റോറിനെ വെച്ച് നോക്കുമ്പോൾ ഇ കൊമേഴ്സ് സ്റ്റോർ എന്ന് പറയുന്നത് ഒന്നും കൂടെ അഫോർഡബിൾ ആണ്. 12th അഡ്വാൻറ്റേജ് പറയുന്നത് നോ ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻ, ടാപ്പ് ദ ഗ്ലോബൽ മാർക്കറ്റ് ഫോർ ദ ഡേ വൺ. അതായത് ഇവിടെ കസ്റ്റമേഴ്സിന് ഗ്ലോബലി ഓൺലൈൻ സ്റ്റോർസ് ആക്സസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എവിടെ വെച്ച് ഏതൊരു പ്ലേസിലുള്ള കസ്റ്റമേഴ്സിന് ഏതൊരു പ്ലേസിലുള്ള അത് മീൻസ് കസ്റ്റമേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് എവിടെയാണെങ്കിൽ പോലും അവർക്ക് അത് ആക്സസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു റീറ്റെയിൽ സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം അത് ഇത്തിരി റെസ്ട്രിക്റ്റഡ് ആണ് ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ 13th അഡ്വാൻറ്റേജ് പറയുന്നത് റെഡ്യൂസ് റിസോഴ്സ് ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് കോസ്റ്റ്. ഇവിടെ എന്താണ് അതായത് റീറ്റെയിൽ ലോക്കൽ സ്റ്റോറിനെ വെച്ച് നോക്കുമ്പോൾ ഇ കൊമേഴ്സിൽ എന്താണ് എംപ്ലോയീസിന് അധികം ഹയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ എന്താണ് കസ്റ്റമേഴ്സ് തന്നെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള അതായത് ഇവിടെ കസ്റ്റമേഴ്സ് തന്നെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നതും. അവിടെ ഒരു സെല്ലറിൻ്റെ മീൻസ് അവിടെ ഒരു സെല്ലറിൻ്റെ ആവശ്യം വരുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ പോവുകയാണെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തന്നെ എടുക്കുക. അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ പ്രൊഡക്ട്സ് എടുത്തു തരാനും ഓരോ പ്രൊഡക്ട്സ് ഇങ്ങനെയാണെന്നുള്ളതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സെല്ലർ ഉണ്ടായിരിക്കും അല്ലേ, ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു സെയിൽസ് ഗേൾ ഉണ്ടായിരിക്കും അല്ലേ. പക്ഷെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യം വരുന്നില്ല. 14th വൺ പറയുന്നത് അവോയ്ഡ് ഹ്യൂമൻ എറർ വൈൽ ഡീലിംഗ് വിത്ത് കസ്റ്റമേഴ്സ്. അതായത് ഇവിടെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അപ് ടു ഡേറ്റ് ആണ്, അതായത് അപ്ഡേറ്റഡ് ആയിരിക്കും ഇവിടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് എന്താണ് അവരുടെ പ്രൊഡക്ട്സ് ഓൺലൈനായിട്ട് ബൈ ചെയ്യാൻ കുറച്ചും കൂടെ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. 15th പറയുന്ന എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. കാരണം നമുക്കറിയാം ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു ഫിസിക്കൽ സ്റ്റോറിന്റെ ആവശ്യം വരുന്നില്ല അല്ലേ, എല്ലാം വെർച്വൽ അസിസ്റ്റന്റ് ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് ടോട്ടലി എക്കോ ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് പറഞ്ഞാൽ കമ്പയർ പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസ്. നമുക്കിവിടെ എന്താണ് പ്രൊഡക്ട്സ് കമ്പയർ ചെയ്യാനും പ്രൈസ് കമ്പയർ ചെയ്യാനും ഒക്കെ സാധിക്കും. എന്നാൽ ഒരു ഫിസിക്കൽ സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം പറ്റണം എന്നില്ല. ഈ ഒരു പ്രൊഡക്ട്സ് അതുകൊണ്ട് തന്നെ എന്താണ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടൈം സേവ് ചെയ്യുക അതായത് എന്താണ് അവർക്ക് ടൈം സേവ് ചെയ്യാൻ സാധിക്കും കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഇത് വേൾഡ് വൈഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അവർക്ക് നോക്കാനും അതേപോലെ തന്നെ അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കാനും അതിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും. ഇത് അവരുടെ ടൈം സേവ് ചെയ്യാൻ മീൻസ് അവരുടെ ടൈം അവിടെ കൺസ്യൂം ചെയ്യുന്നതായിരിക്കില്ല. അടുത്ത പറയുന്ന ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസിൽ ഫസ്റ്റ് വൺ പറഞ്ഞ ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച്. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് പറയുന്നത് എന്താണ്, ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതൊന്ന് തൊട്ട് നോക്കാനോ ഒന്ന് ഫീൽ ചെയ്യാനോ നമുക്ക് പറ്റില്ല അല്ലേ. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു മീൻസ് ക്ലോത്ത്സ് എന്തെങ്കിലും ആണ് വാങ്ങുന്നത്, മെറ്റീരിയൽസ് എന്തെങ്കിലും ആണ് വാങ്ങുന്നതെങ്കിൽ നമുക്കൊന്ന് തൊട്ട് നോക്കാൻ അത് എന്ത് മെറ്റീരിയൽ ആണെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല അല്ലേ. ഓൺലൈൻ സ്റ്റോറിൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് കണ്ടിട്ടേ മനസ്സിലാവുള്ളൂ ഇത് ആ ഒരു മെറ്റീരിയൽ ആണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്പീക്കറൊക്കെ വാങ്ങുകയാണെങ്കിൽ തന്നെ അതിന് എത്രത്തോളം സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട് എന്ന് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല അല്ലേ. അപ്പം അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സെക്കൻഡ് പറഞ്ഞ അൺഷുവർ അബൌട്ട് ദി ക്വാളിറ്റി. നമുക്ക് റിവ്യൂസും റേറ്റിംഗ്സും എല്ലാം നമുക്ക് എപ്പോഴും ഹെൽപ്ഫുൾ ആവണമെന്നില്ല. മീൻസ് ആ ഒരു റിവ്യൂസ് ആൻഡ് റേറ്റിംഗ്സിലൂടെ എപ്പോഴും ആ ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് അഷ്യൂർ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നില്ല. കാരണം ഒരാൾക്ക് അത് എത്രത്തോളം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെങ്കിൽ മറ്റൊരാൾക്ക് അത് അത്രത്തോളം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആവണമെന്നില്ല. അതാണ് സെക്കൻഡ് ഡിസഡ്വാൻറ്റേജിൽ പറയുന്നത്. തേർഡ് വൺ പറയുന്നത് ലേറ്റ് ഡെലിവറി ആയിരിക്കും. അതായത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഡേറ്റിൽ തന്നെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടണം എന്നില്ല. ചിലപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു പ്രൊഡക്റ്റ് വരുമെന്ന് പറഞ്ഞ് നമ്മൾ ഹോൾ ഡേ വെയിറ്റ് ചെയ്താലും ചിലപ്പോൾ അന്ന് ആ ഒരു പ്രൊഡക്റ്റ് എത്തണം എന്നില്ല. അതാണ് ലേറ്റ് ഡെലിവറിയിൽ പറയുന്നത്. ഇനി ഫോർത്ത് ഡിസഡ്വാൻറ്റേജ് പറയുന്നത് സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ്.
സെക്യൂരിറ്റി ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ഇ-കൊമേഴ്സ് സൈറ്റിൽ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും, അവിടെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അല്ലേ, അവരുടെ നെയിം, ഫോൺ നമ്പർ, അഡ്രസ്സ്, ബാങ്ക് ഡീറ്റെയിൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒട്ടുമിക്ക ഓൺലൈൻ സ്റ്റോഴ്സിലും ഈ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്ത് പറയുന്നത് ഇന്റർനെറ്റ് ബാൻഡ്വിഡ്ത്ത്. നമുക്കറിയാം ഒരു ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇന്റർനെറ്റിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, ഇന്റർനെറ്റിലൂടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണ്, നമുക്കൊരു പർച്ചേസ്, അവിടെ പർച്ചേസസ് നടത്തണമെങ്കിലും അവിടെ ഒരു നല്ലൊരു എന്താണ് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പർച്ചേസസ് അവിടെ നടത്താൻ സാധിക്കുകയുള്ളൂ. സിക്സ്ത് വൺ പറയുന്നത് സം പ്രൊഡക്ട്സ് ആർ ഡിഫിക്കൽട്ട് ടു പർച്ചേസ് ഓൺലൈൻ. അതെ, കുറച്ച് പ്രൊഡക്ട്സ് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഇത്തിരി ഡിഫിക്കൽട്ട് ആണല്ലേ. എന്തൊക്കെയാണ് ഈ ഗോൾഡ്, സ്പെക്ടക്കിൾസ്, അങ്ങനെ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് ഇത്തിരി ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. സെവൻത് വൺ പറയുന്നത് ഇ-കൊമേഴ്സ് ഈസ് ഹൈലി കോമ്പറ്റിറ്റീവ്. അതായത് നമുക്കറിയാം ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണല്ലോ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ഒരുപാട് കോമ്പറ്റീഷൻസ് അവിടെ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എന്തായിരിക്കും അതിൻ്റെ സർവീസസിൽ ഫോക്കസ് ചെയ്യണം. അതേപോലെ തന്നെ ഗ്ലോബലി വിസിബിൾ ആവാനുള്ള സ്ട്രാറ്റജീസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം. എപ്പോഴും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ അത്രത്തോളം ഫോക്കസ്ഡ് ആയിരിക്കണം. എയ്ത്ത് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ട്രൈ ബിഫോർ ബൈ. നമ്മൾ ഒരു സാധനം വാങ്ങുന്നതിന് മുമ്പായിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അല്ലേ. നമുക്ക് മീൻസ് അതിൻ്റെ ക്വാളിറ്റി എന്താണ്, അതെങ്ങനെ ഇരിക്കും എന്നുള്ളതൊന്നും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല. നയൻത്ത് പറഞ്ഞ സൈറ്റ് ക്രാഷ് ഇഷ്യൂസ്. ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വൺ ഓഫ് ദ മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് എന്ത് തന്നെ, ഈ ഒരു സൈറ്റ് ക്രാഷ് ഇഷ്യൂസ് ആണ്. അതായത് സെർവർ ഇഷ്യൂസിനുള്ള ചാൻസസ് ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അത്രയാണ് നമ്മളെ ഡിസഡ്വാൻറ്റേജസ്. അടുത്ത പറയുന്നത് ഹൗ ടു സ്റ്റാർട്ട് ആൻ ഇ-കൊമേഴ്സ് ബിസിനസ് ആണ്. നമ്മളൊരു ഇ-കൊമേഴ്സ് ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്താണ് കുറച്ച് ലോജിക്കൽ ഓർഡേഴ്സ് വരുന്നുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ എന്താണ് ഈ ഒരു ഇ-കൊമേഴ്സ് ഓൺലൈൻ സ്റ്റോർ ബിൽഡപ്പ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റെപ്സാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ചൂസിങ് ആൻഡ് സോഴ്സിങ് എ പ്രൊഡക്റ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഇ-കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് പ്രൊഡക്ട്സ് ആണ് നമ്മൾ അവിടെ സെല്ല് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഡിസൈഡ് ചെയ്യണം. എന്ത് പ്രൊഡക്റ്റാണ് നമ്മളവിടെ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അത് ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മളെന്താ അത് എത്രത്തോളം പ്രോഫിറ്റബിൾ ആവും, മീൻസ് ആ ഒരു ഐഡിയ എത്രത്തോളം പ്രോഫിറ്റബിൾ ആക്കാമെന്നും നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അതേപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫ്യൂച്ചറിലേക്ക് നമുക്ക് പ്രോഫിറ്റ് എങ്ങനെ കൊണ്ടുവരും എന്നുള്ള കാര്യവും നമ്മൾ നോക്കേണ്ടതാണ്. നമ്മളെന്താണ് ഇപ്പം നമുക്കൊരു പ്രൊഡക്റ്റ് വൺസ് യു നോ വാട്ട് യു വാണ്ട് ടു സെൽ, അതായത് നമുക്ക് എന്താണ് സെല്ല് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ സോഴ്സ് ചെയ്യാം എന്നുള്ളതും കൂടെ നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ പ്രൊഡക്ട്സ് സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 മെയിൻ മെത്തേഡ്സ് ആണുള്ളത്. എന്തൊക്കെയാണ്? മേക്കിംഗ്, മാനുഫാക്ചറിങ്, ഹോൾസെയിൽ ആൻഡ് ഡ്രോപ്പ് ഷിപ്പിംഗ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടക്റ്റിംഗ് റിസർച്ച് ആൻഡ് പ്ലാനിങ് എ ഹെഡ് ആണ്. അതായത് ഇപ്പം നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഐഡിയ, നമുക്ക് നമ്മുടേതായ ഒരു പ്രൊഡക്റ്റ് ഐഡിയ അവിടെ കൊണ്ടുവന്നു അല്ലേ. ഇനി നമ്മളത് മാർക്കറ്റിലേക്ക്, അതായത് നമ്മളത് പിന്നെ നമ്മൾ അത് മാർക്കറ്റിലേക്കാണല്ലോ ഇറക്കുന്നത്. അപ്പം നമ്മൾ മാർക്കറ്റിനെ പറ്റിയുള്ളൊരു റിസർച്ച് നമ്മളവിടെ നടത്തിയിരിക്കണം അല്ലേ. അതായത് എന്തൊക്കെയാണ് ആ ഒരു മാർക്കറ്റിൽ ഫേസ് ചെയ്യുന്ന കോമ്പറ്റീഷൻ, പ്രൈസിങ് സ്ട്രാറ്റജി, പിന്നെ നമ്മുടെ യുണീക്ക് വാല്യൂ പ്രപ്പോസിഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഒക്കെ ഒന്ന് നമ്മൾ നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഈ ഒരു പോയിന്റിൽ നമ്മളൊരു നല്ലൊരു ബിസിനസ് പ്ലാൻ അവിടെ ഡ്രാഫ്റ്റ് ചെയ്യണം. അതിലൂടെ എന്താ നമുക്ക് ആ ഒരു ഗ്രോത്ത് സ്ട്രാറ്റജി വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ എന്താണ് പൊട്ടൻഷ്യൽ ത്രെഡ്സ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കണം. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് യുവർ ബ്രാൻഡ് റൈറ്റ് ആണ്. ഇപ്പം നമുക്കൊരു പ്രൊഡക്റ്റ് ഐഡിയ കിട്ടി, നമ്മുടെ മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു ഓവറോൾ വ്യൂ നമുക്ക് കിട്ടിയില്ലേ. അടുത്ത് നമ്മൾ എന്താണ് കീ എലമെൻറ്റ്സ്, കുറച്ച് മീൻസ് നമ്മൾ കുറച്ച് കീ എലമെൻറ്റ്സ് ആണ് തിങ്ക് ചെയ്യേണ്ടത്. എന്തൊക്കെയാ വെച്ചാൽ നമ്മുടെ സ്റ്റോറിനെ പറ്റി, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോറിനെ പറ്റിയും, അതേപോലെ നമ്മുടെ ബ്രാൻഡ് നെയിം, ഡൊമൈൻ നെയിം, ബ്രാൻഡ് ഗൈഡ് ലൈൻസ്, നമ്മുടെ ലോഗോ, ഇങ്ങനെയുള്ള കുറച്ച് കീ എലമെൻറ്റ്സിനെ പറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ എന്താണ് തുടക്കം തൊട്ട് നമുക്കൊരു നല്ലൊരു ബ്രാൻഡ് അവിടെ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത് ആക്സലറേറ്റ് ചെയ്യാനും പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇനി ഫോർത്ത് സ്റ്റെപ്പ് പറയുന്നത് ഡിസൈഡിങ് ഹൗ യു വിൽ സെൽ. ഇനി നമ്മൾ എങ്ങനെ ആ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാം എന്നുള്ളതാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലൊരു 2 മെത്തേഡ്സ് പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് യു ക്യാൻ ബിൽഡ് ആൻ ഇ-കൊമേഴ്സ് സ്റ്റോർ ഫ്രം സ്ക്രാച്ച്. അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം അവിടെ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസർ അല്ലെങ്കിൽ ഒരു ഏജൻസീനെ നമുക്ക് ഹയർ ചെയ്യാം. ഇത് ഇത്തിരി ലോങ്ങർ ടാസ്ക് ആയിരിക്കും, ഇത്തിരി കോസ്റ്റും വരും.
എന്നാലും നമുക്കെന്താണ് ഒരു കസ്റ്റം ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്കെന്താണ് അവിടെ 100% കസ്റ്റമൈസേഷൻ ഗ്യാരണ്ടി ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ എന്താണ് നമുക്ക് നമ്മുടേതായ എല്ലാ ഡിസിഷൻസ് എടുക്കാനുള്ള പവറും അവിടെ ഉണ്ടാവും. ഇനി സെക്കൻഡ് വേ എന്ന് പറയുന്നത് യു ക്യാൻ യൂസ് ആൻ ഓഫ് ദി ഷെൽഫ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം. ഓഫ് ദി ഷെൽഫ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ആപ്ലിക്കേഷൻ വെബ് ബ്രൗസറിനൊക്കെയാണ് ഓഫ് ദി ഷെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് ദി ഷെൽഫ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഷോപ്പിഫൈ, ഇവിടെ എന്താണ് നമുക്ക് ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യാനും നമുക്ക് ക്വിക്ക് ആൻഡ് ഈസി ആയിട്ട് പ്രോസസ്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ എന്താണ് കുറച്ച് കസ്റ്റമൈസേഷനേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താണ് ഇവിടെ എന്താണ് ഒരു തീം, നമ്മളൊരു എക്സിസ്റ്റിംഗ് പൂൾ ഓഫ് തീംസ് നമ്മളിവിടെ ചൂസ് ചെയ്യണം. ആ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ടൂളിൽ നിന്നും നമ്മൾ എന്താണ് തീംസ് ചൂസ് ചെയ്യേണ്ടതായിരിക്കും. പിന്നെ എന്താണ് നമ്മളിപ്പോൾ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്താണ് ഇ കൊമേഴ്സ് സൊല്യൂഷൻ ആയിട്ടുള്ള ഒബ്രളോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ എന്തായിരിക്കും നമുക്ക് അതായത് നമ്മുടെ പ്രൊഡക്ട്സ് നമുക്കൊരു ലിറ്റിൽ ഫ്യൂ ഹവേഴ്സിൽ തന്നെ സെല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് പറയുന്നത് ബിഫോർ ലോഞ്ച്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളായിരിക്കും. എന്താണ് നമുക്കവിടെ നമ്മുടെ കീ പെർഫോമൻസ് മെഷർ ചെയ്യാൻ സാധിക്കണം. അത് നമ്മുടെ പെർഫോമൻസ് അവിടെ ട്രാക്ക് ചെയ്യാനും അത് നമ്മുടെ പ്രോഗ്രസ് അവിടെ ട്രാക്ക് ചെയ്യാനും നമ്മുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാനും അവിടെ വരാൻ ചാൻസ് ഉള്ള ഇഷ്യൂസ് ഫിക്സ് ചെയ്യാനും സാധിക്കണം. പിന്നെ ഇതിൽ വരുന്ന അതർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നമ്മളവിടെ സെറ്റപ്പ് ചെയ്യണം. അതേപോലെ തന്നെ ഇമെയിൽ മാർക്കറ്റിംഗ് സെറ്റപ്പ് ചെയ്യണം. അതേപോലത്തെ ഗൂഗിൾ അനലിറ്റിക്സ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. പിന്നെ പറയുന്നത് എന്താണ്, പിന്നെ ഒരു കീവേഡ് റിസർച്ച് അവിടെ നടത്തിയിരിക്കണം. പിന്നെ ഷിപ്പിംഗ് സ്ട്രാറ്റജീസ് ഡിഫൈൻ ചെയ്തിരിക്കണം. പിന്നെ പ്രൊമോഷൻ പ്ലാൻ നമ്മുടെ അവിടെ ഒരു പ്രൊമോഷൻ പ്ലാൻ അവിടെ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ അവിടെ ഒരുപാട് ടൈം ആൻഡ് എഫോർട്ട് എടുക്കുമെങ്കിലും ഇത്രയും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതെന്താണ് നമ്മുടെ പകുതിയോളം വർക്ക് അവിടെ നടത്തിയ പോലെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്ന ആഫ്റ്റർ ലോഞ്ച്. ലാസ്റ്റ് പോയിന്റ് പറയുന്ന ആഫ്റ്റർ ലോഞ്ചിങ് ആണ്. ആഫ്റ്റർ ലോഞ്ച് ചെയ്ത് കഴിയുമ്പോഴാണ് അവിടെ എന്താണ് റിയൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഇവിടെ എന്താണ് ഹാവിങ് ലോഞ്ച് യുവർ ഓൺലൈൻ സ്റ്റോർ യു ഷുഡ് ഇമീഡിയറ്റ്ലി മൂവ് ഓൺ ടു ദ പ്രൊമോഷൻ ഫേസ്. നമ്മുടെ ഓൺലൈൻ സ്റ്റോർ ഇവിടെ ലോഞ്ച് ചെയ്തു. അപ്പം നമ്മൾ ഇനി അടുത്ത് മൂവ് ഓൺ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ പ്രൊമോഷൻ ഫേസിലേക്കാണ് നമ്മൾ മൂവ് ഓൺ ചെയ്യേണ്ടത്. നമ്മുടെ സ്റ്റോർ ഇവിടെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യണം. ഈ ഒരു എന്താണ് അത് നമ്മുടെ മാർക്കറ്റിംഗ് യുവർ സ്റ്റോർ ആൻഡ് ഓപ്റ്റിമൈസിങ് കൺവേർഷൻസ് വിൽ ബി യുവർ ഡെയിലി ബ്രെഡ് ആൻഡ് ബട്ടർ ഫ്രം നൗ ഓൺ. അതായത് നമ്മുടെ സ്റ്റോർ മാർക്കറ്റ് ചെയ്യുന്നതും കൺവേർഷൻസ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതും ആയിരിക്കും നമ്മുടെ ഡെയിലി ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് റെഗുലറായിട്ട് എക്സ്പാൻഡ് ചെയ്യാനും നമ്മുടെ ഇൻവെൻട്രീസ് റിഫ്രഷ് ചെയ്യാനും ഉള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കണം. പിന്നെ എന്താണ് ഡ്രോപ്പ് ഷിപ്പേഴ്സിന് ഇത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അവർക്ക് എന്താണ് ന്യൂ ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രൊഡക്ട്സ് വിത്തിൻ മിനിറ്റ്സ് അവർക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ പറയുന്നത് എന്താണ്, ബട്ട് ഇറ്റ് ഷുഡ് റിമെയിൻ എ പ്രയോറിറ്റി ഈവൻ ഇഫ് യു ആർ മാനുഫാക്ചറിങ് മേക്കിംഗ് ദ പ്രൊഡക്ട്സ് യുവർ സെൽഫ്. നമ്മൾ തന്നെ നമ്മുടെ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുകയും സെല്ല് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ ഒരു പ്രയോറിറ്റി എപ്പോഴും കീപ്പ് ചെയ്തിരിക്കണം. പിന്നെ പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്താണ് ഒരു ഇ കൊമേഴ്സ് ബിസിനസ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൺസിഡർ നോക്കേണ്ട കുറച്ച് ലോജിക്കൽ ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഇ കൊമേഴ്സ് എന്ന ടോപ്പിക്കിൽ വന്നിരിക്കുന്ന പോർഷൻ.